കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ജനങ്ങളോട് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. CPM-ന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മഹാരഥന്മാരായ ആളുകൾ നയിച്ച ഒരു പാർട്ടിയാണ്. പി കൃഷ്ണപിള്ളയും AKGയും EMS-ഉം പിന്നെ VS അച്യുതാനന്ദൻ വരെയുള്ള ആളുകൾ അവർ നയിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള ഒരു ആർജവം ആ പാർട്ടി ഒന്നും കാണിച്ചിട്ടുണ്ട്. തിരുത്താനും തയ്യാറായിട്ടുണ്ട്. അതായിരുന്നു CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു രീതി. തെറ്റ് സംഭവിച്ചാൽ അതേപ്പറ്റി കൂലങ്കഷമായി ചർച്ച ചെയ്യാനും മുഖത്ത് നോക്കാതെ അഭിപ്രായം പറയാനും തെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും പിന്നീട് തിരുത്താനുമുള്ള ഒരു മനോഭാവം. പക്ഷെ ഇപ്പോ കേരളത്തിലെ CPM-ൽ നമ്മൾ അതല്ല കാണുന്നത്. പരാജയങ്ങളോ തെറ്റുകളോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചേരാൻ പാർട്ടി തയ്യാറാവുന്നില്ല. PM ശ്രീയെ പറ്റി ഒരു ആക്ഷേപം വന്നു. CPI മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് ഉന്നയിച്ചത്. എന്നിട്ട് പോലും സ്വയം വിമർശനാത്മകമായിട്ട് അതിനെ കണ്ടില്ല. അതിനെ ന്യായീകരിക്കാനാണ് തയ്യാറായത്. പിന്നീട് പാർലമെന്റിലാണ് BJP-യുടെ മന്ത്രിയാണ് പറയുന്നത് ജോൺ ബ്രിട്ടാസ് MP ഒരു പാലമായി നിന്നുകൊണ്ട് കേരള സർക്കാരും അതുപോലെ തന്നെ BJP-യുടെ കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയതാണെന്ന്. ജനങ്ങളോട് സത്യം തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ സ്വർണ്ണ കവർച്ച, അതിൽ പാർട്ടിയുടെ സത്യസന്ധത നമ്മൾ കണ്ടില്ല. പഴയ CPM ആണെങ്കിൽ അതിന് കാരണക്കാരായ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ജയിലിലായവരെ അറസ്റ്റിലായവരെ ആ നിമിഷം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു. ഇവിടെ അതല്ല കണ്ടത്. ആശാസമരം ഉണ്ടായി. ജനങ്ങൾക്കിടയിൽ വലിയ വികാരം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. നിസ്സാരമായ കൂലി വർധനവിന് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു സംഘം സ്ത്രീകള് അവരുടെ സമരം ജനങ്ങളുടെ വലിയ പിന്തുണ നേടിയെടുത്തതാണ്. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ പിടിവാശി, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത SUCI എന്ന് പറയുന്ന സംഘടനയിലുള്ള എതിർപ്പ്, അതിന്റെ പേരിൽ മാത്രം ആ സമരത്തെ തകർക്കാനാണ് ശ്രമിച്ചത്. പിന്നീട് അത് സംബന്ധിച്ച തെറ്റുതിരുത്തതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ CPM അങ്ങനെയായി മാറിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഇഷ്യൂവിന്മേൽ ഒരു അഭിപ്രായം പറയണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് ഇഷ്ടപ്പെടുമോ, അദ്ദേഹത്തിന് ഹിതകരമാകുമോ, അദ്ദേഹത്തിന് എതിർപ്പുണ്ടാകുമോ, അതിന്റെ പേരിൽ പിണറായി വിജയൻ ആ അഭിപ്രായം പറയുന്ന ആളിനെ ടാർഗറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പാർട്ടിയിലെ ചർച്ച വരുന്നത്. അല്ലാതെ സത്യസന്ധമായിട്ട് നീതിബോധത്തോടുകൂടി യുക്തിബോധത്തോടുകൂടി അഭിപ്രായം പറയുന്നവർ ഇന്ന് പാർട്ടിയിൽ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ചർച്ചകൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ പോലും ഈ അടിമത്തം, ഈ വിധേയത്വം അതാണ് നിഴലിച്ചു കാണുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റില് ചില എതിരഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടി തിരുത്തി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം വരുന്നു എന്ന് പുറത്തു വരുന്നത് തന്നെ ഇപ്പോൾ ഒരു ചീത്ത കാര്യമായിട്ടാണ് പാർട്ടിക്ക് കരുതുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ചർച്ച ചെയ്യാനും തിരുത്താനും തയ്യാറാവുന്ന പാർട്ടിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. തെറ്റുകൾ തിരുത്താൻ അവർ ഒരിക്കലും തയ്യാറാവുന്നില്ല. പഴയ പിടിവാശികളിൽ നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ യാതൊരു പ്രയോജനവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ ലോക കേരള സഭ ഈ 4-5 മാസങ്ങൾ കൂടിയാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതിനിടയിൽ 10 കോടി രൂപ ചെലവഴിച്ച് ലോക കേരള സഭയുടെ അടുത്ത സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുക. 10 കോടി രൂപയാണ് പോകുന്നത്. വെറുതെ പോവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറെ പ്രതിനിധികൾ വരും. എല്ലാം CPM-ന് താല്പര്യമുള്ളവരാണ്. അവരിവിടെ വരും, 2-3 ദിവസം ചർച്ചയ്ക്കും, എന്നിട്ട് അവർ മടങ്ങും. ഇതുവരെ 5 പൈസയുടെ പ്രയോജനം ഈ കേരള സഭ കൊണ്ട് സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല. വീണ്ടും നടത്താൻ പോവുക. ഇതിനൊക്കെ എതിരായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് എന്നവർ ഓർക്കുന്നില്ല. തെറ്റുകൾ തിരുത്താൻ അവര് തയ്യാറാവുന്നില്ല. ഇനിയിപ്പോ CPM-ന് അടിയന്തരമായി വേണ്ടത് സത്യസന്ധമായി ചിന്തിക്കാനും സത്യം പറയാനുമുള്ള ഒരു മനോഭാവമാണ്. എങ്കിൽ മാത്രമേ ആ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ.